അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവം, അതായത് നമ്മൾ ചെറുകുടലും വൻകുടലായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് സീക്കം എന്ന് പറയും ആ ഏരിയ. ആ സീക്കത്തിൻ്റെ ഒരു വശത്തായിട്ട് അഗ്രഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഫിംഗർ മാതിരിയുള്ള ഒരു അവയവമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അത് നമ്മളെ എവല്യൂഷനിൽ നമ്മളെ കോശത്തിൽ നിന്ന് ഈ മനുഷ്യരൂപം പ്രാപിക്കുന്ന സമയത്ത് അതൊരു അറയായിരുന്നു. അത് റുഡിമെൻ്ററി ആയത് ഇനി ഒരു പക്ഷേ അടുത്ത ഇത് വരുമ്പോഴത്തേക്ക് മനുഷ്യൻ കഴിഞ്ഞിട്ടുള്ള ദൈവത്തേക്ക് ഇത് തന്നെ ഇല്ലാതാകും. അങ്ങനെ റുഡിമെൻ്ററി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേക ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടിട്ട് അത് എടുത്തു കളയുക തന്നെയാണ് അതിൻ്റെ പരിഹാരം മാർഗ. പക്ഷേ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഹൈലി സസ്പീഷ്യസ് ആയിരിക്കണം. ഒന്ന്, പ്രത്യേകിച്ചും നമ്മുടെ വലതു ഭാഗത്ത് ഇടതുഭാഗത്തിന് മുകളിലായിട്ട് വേദന വരുവാണെന്നുണ്ടെങ്കിൽ ഹൈലി സസ്പീഷ്യസ് ആണെങ്കിൽ ഉടനെ സ്കാൻ ചെയ്യുക. ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിനകത്തത് ബോധ്യമായില്ലെന്നിരിക്കും, ചിലപ്പോൾ CT സ്കാൻ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ബ്ലഡ് കൗണ്ട്സ് കൂടുക, ഇൻഫെക്ഷൻ ആകുമ്പോഴത്തേക്ക് കൗണ്ട് കൂടുമല്ലോ, കൗണ്ട്സ് കൂടുക. ഒരു പക്ഷേ ടെമ്പറേച്ചർ ഉണ്ടാകും, ചിലവർക്ക് ഛർദ്ദിക്കാൻ തോന്നലുണ്ടാകും. അതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. അപ്പോൾ ഏർലി സമയത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഏർലി സമയത്ത് ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർക്ക് ഇതിനെപ്പറ്റിയുള്ള ചിന്താഗതി ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏർലി നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. പ്രാവശ്യം വന്ന ഒരാൾക്ക് വീണ്ടും ഒരിക്കലും വരത്തില്ല എന്ന് പറയാൻ പറ്റില്ല, വീണ്ടും വരും. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഒരുപക്ഷെ അപ്പൻഡിസൈറ്റിസ് വരുമ്പോൾ നമുക്കൊരു എക്സാമുള്ള സമയത്താവാം, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താവാം, നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ, അങ്ങനെ പല സാഹചര്യങ്ങളിലും അങ്ങനെ. അതൊരു എമർജൻസി സർജറിയാണ്. ചിലപ്പോൾ അത് പഴുത്ത് പൊട്ടാം, അതാണ് എമർജൻസി എന്ന് പറയുന്നത്. ആ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയന്തരമായ സർജറി ചെയ്യേണ്ടി വരും. അത് പ്യൂർ വഴി ചെയ്യാം, ഓപ്പൺ സർജറി ചെയ്യാം. പക്ഷേ അത് ആ ഇൻഫെക്റ്റഡ് ഏരിയ എടുത്ത് കളയുക എന്നുള്ളത്, കാരണം ആവശ്യമുള്ള സംഭവമല്ല അപ്പൻഡിക്സ് എടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആ ഏരിയയിൽ ഏതൊരു വരികയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുകയും അതിനുവേണ്ട ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്യുക. ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നേരത്തെ എടുത്ത് കളയുകയും ചെയ്യേണ്ടത്.